ഈ വീഡിയോയിൽ ഇനി നമ്മൾ പഠിക്കാൻ പോണത് നമ്മൾ മുമ്പേ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, ട്രിമ്മിങ് തന്നെയാണ്. പക്ഷേ കുറേ ട്രിമ്മിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തു. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ട്രിം ചെയ്തെങ്കിലും അതിനൊക്കെ ഒരു ടെക്നിക്കൽ പ്രൊഫഷണൽ നെയിമിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പം എഡിറ്റിങ്ങിലെ ആ നെയിമിംഗ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പുതിയ ട്രിമ്മിങ്ങും നമ്മൾ പഠിക്കും. അപ്പോൾ ആ ടോപ്പിക്കിലേക്കൊക്കെ ഒന്നുകൂടെ നമ്മളൊന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിമ്മിങ് നോക്കാം. അത് റോൾ എഡിറ്റാണ്. അപ്പം റോൾ എഡിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഗതി ട്രിം ചെയ്യാൻ വേണ്ടിയുള്ള ട്രിം ടൂൾ എടുക്കുക എന്നുള്ള. നമ്മുടെ ട്രിം ടൂള് നമ്മളുടെ ഇവിടെ ഈ മെനു ബാറിൽ അവൈലബിൾ ആണ്. ഈ മെനൂസിനകത്ത് നിങ്ങൾ കണ്ടോ ട്രിം കണ്ടോ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ ആയ ടി പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി ഇവിടെ നിങ്ങൾക്ക് ട്രിം ടൂൾ എടുക്കാം. ട്രിം ടൂൾ എടുത്ത് കഴിയുമ്പോഴത്തേ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ കേഴ്സറിൻ്റെ ഷേപ്പ് മാറി. അതിനർത്ഥം ഇത് ട്രിം ടൂളിലാണെന്നാണ്. ഇനി നമ്മൾ തീരുമാനിക്കണം എവിടെയാണ് ട്രിം ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ട്രിം ടൂളിൽ പ്രത്യേകിച്ച് ഈ റോൾ എഡിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ടൈം ഡ്യൂറേഷൻ മാറുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ട്രിം ടൂള് നിങ്ങളുടെ ആ കട്ട് ചെയ്തേക്കുന്ന ക്ലിപ്പിൻ്റെ നടുവിൽ കൃത്യമായി കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ മൗസ് കൊണ്ട് ആ മിഡിൽ പോർഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡിലെ ക്ലിപ്പിൻ്റെ മിഡിൽ പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാൻഡിൽ രണ്ടെണ്ണവും വിസിബിൾ ആവും. ഇനി അതിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ മൂവ് ചെയ്യുമ്പം ഒരു ക്ലിപ്പ് ഷോർട്ട് ആവുന്നു, തൊട്ടടുത്ത ക്ലിപ്പ് എക്സ്റ്റെൻഡ് ആവുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ടൈം ലൈനിലെ മറ്റ് ക്ലിപ്പുകളൊന്നും അഫക്റ്റ് ആവുന്നില്ല, ഈ രണ്ട് ക്ലിപ്പുകളെ അഫക്റ്റ് ആവുന്നുള്ളൂ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ബൗണ്ടറിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ കണ്ടോ അവിടെ ഒരു ലിമിറ്റിലെത്തി, അവിടെ ഒരു ചുമല ബോർഡർ ലൈനും പ്രത്യക്ഷപ്പെട്ടു. അതിനർത്ഥം ഇനി ഫർദർ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉള്ള മീഡിയ ആ ക്ലിപ്പിനില്ല എന്നുള്ളതാണ്. ഇതാണ് മാക്സിമം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് റോൾ എഡിറ്റിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു സംഗതി നിങ്ങൾ റോൾ എഡിറ്റിൽ ഓർക്കേണ്ടത്, നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഷിഫ്റ്റ് എക്സ് ഉപയോഗിച്ച് നമ്മുടെ കേഴ്സർ വെക്കുന്ന സ്ഥലത്ത് നമുക്ക് മീഡിയ കട്ട് ചെയ്യാവുന്നുള്ളത്. അതിവിടെയും ആപ്ലിക്കബിളാണ്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പോട്ട് മാറിയിട്ട് എൻ്റെ പ്ലേ ഹെഡ് അവിടെ ഒന്ന് പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്തതിന് ശേഷം ഞാൻ ഷിഫ്റ്റ് എക്സ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, ഈ റോൾ എഡിറ്റിൻ്റെ രണ്ട് കട്ട് പോയിൻ്റ് ആ പ്ലേ ഹെഡിൻ്റെ അവിടെ വന്ന് വീണു. അപ്പോൾ അങ്ങനെ എനിക്കും ഏത് റോൾ എഡിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്ലേ ഹെഡ് കൊണ്ടും പറ്റും. അടുത്തതാണ് സ്ലിപ്പ് എഡിറ്റ്. സ്ലിപ്പ് എഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിപ്പ് എഡിറ്റിലൂടെ നിങ്ങൾക്കൊരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റും എൻഡ് പോയിൻറ്റും സൈമിൾട്ടേനിയസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ ഓവറോൾ ടൈം ലൈനിൻ്റെ ഡ്യൂറേഷൻ മാറുന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് നോക്കാം, ഒരു ഉദാഹരണത്തിലേക്ക് വരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ആ വീഡിയോ ക്ലിപ്പിൻ്റെ ആദ്യത്തെ ഭാഗം കുറച്ച് സെക്കൻഡ്സ് മതി എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. കാരണം ബാക്കിയുള്ള ഭാഗം എനിക്ക് വേണ്ട. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എനിക്ക് അതിൻ്റെ ആദ്യ ഭാഗം സെലക്ട് ചെയ്യണം. ഒരു ഓപ്ഷൻ എനിക്ക് എത്ര ഭാഗം വേണോ അത് തീരുമാനിച്ചിട്ട് കമാൻഡ് ബി അടിച്ച് പ്രസ് ചെയ്തതിനെ ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് വേണ്ടാത്ത ഭാഗം എനിക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കണ്ടോ? റിപ്പിൾ ചെയ്ത് ടൈം ലൈൻ ചേഞ്ച് ആവും. അതെനിക്ക് ശരിയായ ഒരു രീതിയാണെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? കമാൻഡ് എസ് അടിക്കുന്നു. എന്നിട്ട് തിരിച്ച് പഴയ പോലെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഞാൻ വേറെ ഈ സ്ലിപ്പ് എഡിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ട്രിം ടൂൾ എടുക്കുക, നമ്മളുടെ ഏത് ടൂളിൻ്റെയും പോലെ. എന്നിട്ട് എക്സാക്ട്ലി ആ ക്ലിപ്പിൻ്റെ എൻഡ് പോയിൻറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ അപ്പുറത്തെ ക്ലിപ്പിനെ, അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് ക്ലിപ്പിനെ ഡ്രാഗ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാം. ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് വലിച്ചുകൊണ്ട് വരിക. അങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് എത്രമാത്രം നിങ്ങൾക്ക് വേണോ അവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം പറ്റിയത് അവിടെ റെഡ് ലൈൻ വന്നു. അതിനർത്ഥം അതിൽ കൂടുതൽ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ ക്ലിപ്പിൻ്റെ കുറച്ച് ഭാഗം എനിക്ക് മതി എന്ന് പറഞ്ഞ് എൻ്റെ ആ ഒരു ആവശ്യവും നടന്നു. ഓവറോൾ ടൈം ലൈനും മാറിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? തൊട്ടടുത്ത് കിടന്ന ക്ലിപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് സ്ലിപ്പ് എഡിറ്റ്. അപ്പോൾ സ്ലിപ്പ് എഡിറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യയുടെ സ്ലിപ്പ് എഡിറ്റ് നോക്കാം. ട്രിം ടൂൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് മാറ്റം വരുത്തേണ്ട ക്ലിപ്പിൻ്റെ എഡ്ജിൽ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ സ്ലോലി ഡ്രാഗ് ചെയ്ത്, ഇപ്പോൾ മുമ്പോട്ടാണ് ഞാൻ വലിക്കുന്നത്, വലിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അഫക്റ്റ് ഏതാ? തൊട്ടടുത്ത ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ അഫക്റ്റായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ക്ലിപ്പിൻ്റെ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ മെത്തേഡാണ് സ്ലിപ്പ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ സ്ലിപ്പ് എഡിറ്റ് ഓൾറെഡി നടത്തിയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളൊരു ക്ലിപ്പിനെ സെലക്ട് ചെയ്തിട്ട് കോമായും പീരീഡും വെച്ച് അതിനെ മൂവ് ചെയ്യുന്ന മെത്തേഡ്.
ഇപ്പം ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ സെലക്ഷൻ ടൂളിലോട്ട് പോണു. ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിപ്പോൾ കോമ പ്രസ് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ. ബേസിക്കലി ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന സ്ലിപ്പ് എഡിറ്റ് തന്നെയാണ്. കാരണം നിങ്ങൾ ആ ക്ലിപ്പിനെ മൂവ് ചെയ്യുമ്പം അഡ്ജസ്റ്റൻ ക്ലിപ്പ് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പീരിയഡ് പ്രസ് ചെയ്താൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പം ബേസിക്കലി ഇതൊരു സ്ലിപ്പ് എഡിറ്റ് തന്നെയായിരുന്നു നമ്മൾ മുമ്പേ കോമയും പീരിയഡും ഉപയോഗിച്ച് ചെയ്തത്. പിന്നെ ഈ സ്ലിപ്പ് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ വ്യൂവറിൽ 2 സ്ക്രീൻ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റൻ ക്ലിപ്പുകളുടെ രണ്ടിൻ്റെയും എൻഡും സ്റ്റാർട്ടും കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഇനി അടുത്തതാണ് സ്ലൈഡ് എഡിറ്റ്. സ്ലൈഡ് എഡിറ്റ് ചെയ്യുന്നതിന് നമ്മളുടെ ആദ്യത്തെ പണി ട്രിം ടൂള് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്തു. ഇനി അടുത്തത് നിങ്ങളുടെ കീബോർഡിലെ ഓപ്ഷൻ കീ നിങ്ങൾ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ടോ അതിൻ്റെ ഐക്കൺ മാറി. ഓപ്ഷൻ കീ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്ലൈഡ് എഡിറ്റ് എന്ന് പറയുന്ന എഡിറ്റിംഗ്. അപ്പോൾ ആ മൂവ്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ക്ലിപ്പിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും അഡ്ജസ്റ്റൻ ക്ലിപ്പാണ് അഡ്ജസ്റ്റഡ് ആകുന്നത്. അടുത്തതായി പഠിക്കാൻ പോകുന്ന എഡിറ്റിംഗ് ആണ് സ്പ്ലിറ്റ് എഡിറ്റ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് എഡിറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം സ്പ്ലിറ്റ് ചെയ്യുവാണ്. അതായത് ഓഡിയോയെയും വീഡിയോയും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീഡിയോയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവോ ഒരു കോൺവെർസേഷനോ നടക്കുന്ന ഒരു സെറ്റിങ്ങിൽ ആ ഇൻ്റർവ്യൂവിനെ വീഡിയോയിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം കൊണ്ടുവരും. എന്നിട്ട് പതുക്കെ വീഡിയോ ഇൻ്റർവ്യൂവിലോട്ട് കയറും. അതിനൊക്കെ സഹായകമാണ് സ്പ്ലിറ്റ് എഡിറ്റ്. നമുക്കിപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ഒരു വീഡിയോയിൽ 2 പേര് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം നമുക്ക് ആദ്യം കൊണ്ടുവരണം, അതായത് അവരുടെ വീഡിയോ വരുന്നതിന് മുമ്പ്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പണി എന്നുള്ളത് നമ്മൾ ഓഡിയോയും വീഡിയോയും സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആ വീഡിയോയിൽ ഒരു വേവ് ഫോം ഉണ്ട്. ആ വേവ് ഫോമിൽ നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിലെ അല്ലെങ്കിൽ ആ ക്ലിപ്പിലെ ഓഡിയോ സെപ്പറേറ്റ് ആയി മാറും. ഇപ്പോൾ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ ഓഡിയോ സെപ്പറേറ്റഡ് ആയി മാറി. നിങ്ങളതിൽ ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ച് പഴയ പോലെ വീഡിയോയുമായി അറ്റാച്ച് ആവും. അപ്പോൾ നമുക്കിപ്പോൾ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മളുടെ വീഡിയോയെ നമ്മൾ റോൾ എഡിറ്റ് ചെയ്ത് റൈറ്റിലേക്ക് കുറച്ച് മൂവ് ചെയ്യാൻ പോവുകയാണ്. നമുക്കതൊന്ന് നോക്കാം. നമ്മൾ വീഡിയോയുടെ ആദ്യത്തെ പോയിൻറ്റിൽ, അതായത് സ്റ്റാർട്ട് പോയിൻറ്റിൽ നമ്മൾ വരണം. സ്റ്റാർട്ട് പോയിൻ്റ് വന്നതിന് ശേഷം പതുക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാൻ റൈറ്റിലേക്ക് പതുക്കെ മൗസ് സ്ക്രോൾ ചെയ്ത് മൂവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോ, ഇത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് മൂവ് ചെയ്യുന്നു. അപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ അവിടെ മാറാതെ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. വീഡിയോ മാത്രമാണ് മുമ്പോട്ട് മൂവ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത് കിടക്കുന്ന വീഡിയോ ക്ലിപ്പിനെയും ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്തു. ഇപ്പം നിങ്ങളിനി വീഡിയോ പ്ലേ ചെയ്താൽ സംഭവിക്കുന്നത് 2 ഓഡിയോ ട്രാക്കുകൾ അടുത്ത് കിടക്കുന്നതുകൊണ്ട് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം പ്ലേ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ആദ്യത്തെ വീഡിയോയിൽ തന്നെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യും. കോൺവെർസേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം പതുക്കെയായിരിക്കും ആ കോൺവെർസേഷനിലെ ആളുകളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ ആ ഇൻ്റർവ്യൂവിനെ കാണിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സംസാരം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇനി ഈ ഓഡിയോ ക്ലിപ്പുകളെ നമ്മൾ ഒത്തിരി രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മിക്സ് ചെയ്യാം. അതായത് ആദ്യം കാണുന്ന ക്ലിപ്പിലെ ഓഡിയോയും നമ്മളുടെ കോൺവെർസേഷൻ്റെ ഓഡിയോയും നമുക്ക് ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുവരാം. കീ ഫ്രെയിംസ് ഒക്കെ ഉപയോഗിച്ച് അതിനെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ ഓഡിയോ എഡിറ്റിങ്ങിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഓഡിയോ എഡിറ്റിംഗ് ചെയ്തും ഈ കോൺവെർസേഷനും അപ്പുറത്തെ ക്ലിപ്പിൻ്റെ ഓഡിയോയും തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യസ്ത രീതിയിലുള്ള എഡിറ്റിംഗ്, അതായത് നമ്മളിപ്പോൾ കണ്ടതെല്ലാം. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, കാരണം പ്രാക്ടീസിൽ കൂടെ പല കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. ഈ നെയിം ഓർത്തിരുന്നാൽ നിങ്ങൾക്കതൊക്കെ പ്രൊഫഷണലി യൂസ് ചെയ്യാനും പറ്റും.